നമസ്കാരം, ഞാൻ അവിനാഷ് രവീന്ദ്രൻ. ഇന്ന് ഈ വിർച്വൽ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് 3ds Max സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഇൻറ്റീരിയർ സീൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഈ വീഡിയോ പ്രഥമമായും 2 ഭാഗങ്ങളായിട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ ഒരു 3D ഇൻറ്റീരിയറിനെ എങ്ങനെ മോഡൽ ചെയ്തെടുക്കാമെന്നും രണ്ടാമത്തേതിൽ അതിന് മെറ്റീരിയലും ലൈറ്റും അപ്ലൈ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു റെൻഡർ ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും. സോ വിതൗട്ട് എനി ഫർദർ ഡ്യൂ, ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വിർച്വൽ ക്ലാസ്. ആദ്യമായിട്ട് ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് പ്ലെയിൻ. അതിനുശേഷം അതിലേക്ക് ഒരു റെഫറൻസ് ഇമേജ് നമ്മൾ മാപ്പ് ചെയ്യുകയാണ്. ഈ പ്രൊസീജിയർ നമ്മൾ മുമ്പും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. സോ ഡയറക്റ്റ്ലി ഞാൻ അങ്ങോട്ട് പോവുകയാണ് മാപ്പ് ആഡ് ചെയ്യാനായിട്ട്. ദെൻ ചൂസ് ദ ഫയൽ, ഓപ്പൺ, അപ്ലൈ ചെയ്യുക, പ്രിവ്യൂ ഓൺ ചെയ്യുക. നമുക്കിനി മെറ്റീരിയൽ എഡിറ്റേണ്ട ആവശ്യം ഇപ്പോഴില്ല, സോ ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി ഞാൻ ഈ ഇമേജിനെ പൊസിഷൻ ചെയ്യുന്നു. ഇമേജിനെ മൂവ് ചെയ്ത് വയ്ക്കുക. നമുക്ക് റെഫറൻസ് എടുത്തു നോക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഇമേജിനെ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആ ഇമേജിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഒരു സോഫ സെറ്റ്, ഒരു ടേബിള്, വിൻഡോയ്ക്ക് കർട്ടൻ, പിന്നെ ബോൾ ലൈറ്റ്, ദെൻ TV സ്റ്റാൻഡ്, സ്പീക്കർ സിസ്റ്റം, ദെൻ ഇങ്ങനൊരു ഇൻറ്റീരിയർ ഡെക്കോർ. ഇത്രയും പോർഷൻസാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യമായി ഞാനൊരു ഫ്ലോർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഗ്രിഡ് ഓഫ് ചെയ്യാനായിട്ട് കീബോർഡിലെ ഷോർട്ട് കട്ട് G പ്രസ് ചെയ്യുക. സോഫ സെറ്റാണ് ഞാൻ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു ബോക്സ്, ക്രിയേറ്റിൽ ജിയോമെട്രി, അതിനുള്ളിൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, അതിനുള്ളിൽ നിന്ന് ബോക്സാണ് ചൂസ് ചെയ്യുന്നത്. ഓട്ടോ ഗ്രിഡ് എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇനേബിൾ ചെയ്യുന്നു. അതിനുശേഷം ഡ്രോ ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യാനാണ് പോണത്. F4 ഷോർട്ട് കട്ട് പ്രസ് ചെയ്യുക കീബോർഡിൽ. അതിനുശേഷം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് അവിടെ വന്നിരിക്കുന്ന സെഗ്മെൻറ്റ്സ്, ഒരു വയർ ഫ്രെയിം നമുക്കത് കാണിച്ചു തരും. മോഡിഫൈ, ദെൻ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേണ്ടത് ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ എക്സ്ട്രൂഡ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സെഗ്മെൻറ്റ്സ് ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടെയും അതേപോലെ തന്നെ ഇവിടെയും ഒരു സെഗ്മെൻറ്റ് വരണം. ഈ സോഫ സെറ്റിൻ്റെ ഒരു ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ചേർന്നിട്ടുള്ള ഒരു പോർഷനും ഇവിടെ വന്നിട്ട് എക്സ്ട്രാ ആഡ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനും കൂടിയാണ്. ഓക്കെ, ആം റെസ്റ്റിൻ്റെ ഭാഗം, ഈ വരുന്ന പീസ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ ആ ഷേപ്പിലേക്ക് ഇതിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. അതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സെഗ്മെൻറ്റ്സ്. ആദ്യം തന്നെ ഞാൻ 2 ലെങ്ത്ത് സെഗ്മെൻറ്റ് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു വിഡ്ത്ത് സെഗ്മെൻറ്റ്. ഓക്കെ, ഇനി ചെയ്യുന്നത് റൈറ്റ് ബട്ടൺ, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി. ദെൻ എഡിറ്റബിൾ പോളി എക്സ്പാൻഡ് ചെയ്ത് വേർട്ടെക്സ് സെലക്ട് ചെയ്തതിന് ശേഷം ആദ്യമായി സെൻട്രലിൽ കാണുന്ന ഇത്രയും വേർട്ടെക്സ്, താഴെയുള്ള വേർട്ടെക്സ് ഇപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഇത്രയും വേർട്ടെക്സിനെ ഞാൻ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ചെയ്ത് ബാക്കിലോട്ട് വയ്ക്കുന്നു. അടുത്തത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് മൂവ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയല്ലാതെ വളരെ എളുപ്പത്തിൽ ഈക്വലി, അതായത് ഇവിടെ ഞാൻ ഇങ്ങനെ മൂവ് ചെയ്ത് വയ്ക്കുന്നു, അതിനുശേഷം ഇങ്ങനെ മൂവ് ചെയ്ത് വയ്ക്കുന്നു, സൈസ് ചിലപ്പോൾ ചേഞ്ച് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതെ ഈവൻലി സൈസിൻ്റെ സ്പേസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് പറയുന്നത്. ടോട്ടലി സെലക്ട് ചെയ്യുക ഇത്രയും ഭാഗം, സ്കെയിൽ ടൂൾ എടുക്കുക, 6 ആണ് ഷോർട്ട് കട്ട്. ദെൻ ആക്സിസ് നോക്കുക, സൈഡിലേക്ക് ഉള്ള ആക്സിസ്, പോയിൻ്റ് ചെയ്യുന്ന ആക്സിസ് ആയിരുന്നു നോക്കുക. Y ആണ് ആക്സിസ് വരുന്നത്. അപ്പോൾ ഞാൻ Y ആക്സിസിന് സെലക്ട് ചെയ്തു, ഡ്രാഗ് ചെയ്യുന്നു. അതായത് സ്കെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് Y ആക്സിസിലേക്ക്. ഓക്കെ, ഇപ്പോൾ 2 പോർഷനും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും. കുറച്ച് അധികം തന്നെ കൊടുക്കുക. ഓക്കെ,
ഇത് മതിയായിരിക്കും, ആവശ്യത്തിനായിട്ടുണ്ട്. ഓക്കെ, ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് പോളിഗണെ ചൂസ് ചെയ്യുക, സെയിം ഒബ്ജക്റ്റിൻ്റെ തന്നെ ക്ലിക്ക് ചെയ്യുക, ഇത്രയും പോർഷൻ. അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക, പാരാമീറ്റേഴ്സിൽ താഴെ വന്നു കഴിഞ്ഞാൽ എഡിറ്റ് പോളിഗോൺസിൽ എക്സ്ട്രൂഡ് എന്നുള്ള ടൂളുണ്ട്, അതിൻ്റെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിഫോൾട്ടായിട്ടൊരു വാല്യൂ 10 ആണ് സാധാരണ വരാറ്, 10 വാല്യൂവിൽ എക്സ്ട്രൂഡ് ആവും. ഇതിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാനാണ് പോണേ. ഓക്കെ, ഇൻക്രീസ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ആംറസ്റ്റിൻ്റെ പോർഷൻ എക്സ്ട്രാ വച്ചിരിക്കുന്നതാണ്, പ്രോബബ്ലി അതൊരു കുഷ്യൻ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി ഈ കാണുന്ന പോർഷൻ മാത്രം സെലക്ട് ചെയ്യുക, വീണ്ടും എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുക. ഇത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് എക്സ്ട്രൂഡ് വാല്യൂ, സോ റെഡ്യൂസ് ചെയ്യുക. ഞാനിവിടെ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ദെൻ ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി ഞാൻ ഈ കാണുന്ന ഭാഗത്ത് കുഷ്യൻസും ഒരു സപ്പോർട്ടീവ് പാനലും കൂടെ ആഡ് ചെയ്യാനാണ് പോകുന്നത്. ആദ്യമായിട്ട് ഒരു ബോക്സ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ കറക്റ്റ് ആ കോർണറിനെ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം ഇതിലെ സ്നാപ്പ് എന്നുള്ള ഓപ്ഷൻ. സ്നാപ്പ് ടോഗിളിനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ദെൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് മൗസ് ബട്ടണാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇനബിൾ ചെയ്യാനും, വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസബിൾ ചെയ്യാനും, റൈറ്റ് ബട്ടൺ ആണെങ്കിൽ അതിൻ്റെ സെറ്റിങ്സിലേക്കുമാണ് പോകുന്നത്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്സിൽ വന്നതിന് ശേഷം ബൈ ഡിഫോൾട്ട് ഇവിടെ കാണുന്നത് ഗ്രിഡ് പോയിൻറ്റ്സ് ആയിരിക്കും. ഞാൻ ഗ്രിഡ് പോയിൻറ്റ്സിന് എല്ലാത്തിനെയും ഡിസബിൾ ചെയ്തതിന് ശേഷം വേർട്ടെക്സ് മാത്രം ഓൺ ചെയ്യുന്നു. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കോർണറിലേക്ക് എത്തുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതവിടെ സ്നാപ്പ് ആവുന്നുണ്ട്. ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു കോർണറിലേക്കും അത് ആഡ് ആവുന്നുണ്ട്. സോ കറക്റ്റ് ഫില്ല് ചെയ്തിട്ടായിരിക്കും ആ ഒബ്ജക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഹൈറ്റ് നമുക്ക് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു ബെനഫിറ്റ് നമുക്ക് ഉള്ളിലേക്കോ പുറമേക്കോ തള്ളിക്കയറിയിരിക്കുന്നൊരു പ്രവണത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ഈ മെത്തേഡിലൂടെ സാധിക്കും. ഓക്കെ, സ്നാപ്പ് ടോഗിൾ. ഇനി അടുത്തതായി ഇമേജിൽ നോക്കുകയാണെങ്കിൽ 2 സെക്ഷൻസിലായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 3 സെക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് 2 സെഗ്മെൻറ്റ്സ് ആക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെ മാത്രം ക്രിയേറ്റ് ചെയ്താൽ മതിയായിരിക്കും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതായിട്ട് ആ കുഷ്യൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. ക്രിയേറ്റിൽ വന്നു, അതിനായിട്ട് ജിയോമെട്രിയിൽ തന്നെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന് പകരം ചൂസ് ചെയ്യുന്നത് എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സ് ആണ്. ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ചേംഫർ ബോക്സ് ആണ്. വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ കോർണറിൽ വരിക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഈ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മറ്റു ഒബ്ജക്റ്റിൻ്റെയും കോർണറിലേക്ക് അത് പോകാം. അപ്പോൾ അത്തരം സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ഓപ്ഷനാണ് ഓട്ടോ ഗ്രിഡ്. ഓട്ടോ ഗ്രിഡ് എനേബിൾ ചെയ്തിടുക, അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ സെലക്ട് ചെയ്യാൻ വന്ന പോർഷനിലുള്ള ഇതിനെ, ഈ ഒരു സർഫസ് പോർഷനെ അത് ഗ്രിഡാക്കി മാറ്റി അവിടെയുള്ള വേർട്ടെക്സിനെ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പുറമെ ക്രിയേറ്റ് ചെയ്ത് അവിടെ കൊണ്ട് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇറ്റ്സ് ഓക്കെ, ഞാൻ കുറച്ച് എളുപ്പമായിട്ടുള്ളൊരു മാർഗം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഈ ഒരു ഷേപ്പിൻ്റെ തന്നെ ഒരു കോപ്പി എടുക്കുക. അതിനായി ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഒരു ജെർക്കിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ റീസൺ ഈ കാണുന്ന സ്നാപ്പ് ഇനബിൾഡ് ആണ്. ഓക്കെ,
നമുക്ക് ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് ഓഫ് ചെയ്യുക. വീണ്ടും ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസേബിൾ ആവും. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്ത് വയ്ക്കുക. ഇൻസ്റ്റൻസ് ഓക്കെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി ബാക്ക് സപ്പോർട്ടാണ് ആഡ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ഷേപ്പിൻ്റെ സൈഡ് പ്രൊഫൈലൊന്ന് പോവാം. ഓക്കെ, ഞാനിപ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ എടുക്കുന്നത് ഫ്രണ്ട് വ്യൂവിലാണ്. അപ്പോൾ ഞാനത് ഫ്രണ്ട് വ്യൂ ആക്സസ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈ സോഫ സെറ്റിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യാൻ ചേംഫർ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റൊരു രീതിയാണ്. അതിനായി ക്രിയേറ്റിലെ ഷേപ്സിലെ ലൈൻ ടൂളിനെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഓട്ടോ ഗ്രിഡിൻ്റെ ആവശ്യമില്ല, സോ അതിനെ ഡിസേബിൾ ചെയ്യുക. അതിനുശേഷം ആ ഷേപ്പ് ഡ്രോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡ്രോ ചെയ്യുന്നൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ക്ലോസ് ചെയ്യുക സ്പൈന്. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഞാൻ ഡ്രോ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഷേപ്പിൻ്റെ ബെനിഫിറ്റ് എവിടെ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് മോഡിഫയറിൽ ലൈൻ ടൂളിനെ എക്സ്പാൻഡ് ചെയ്ത് അതിനുള്ളിലുള്ള വേർട്ടെക്സിനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വേർട്ടെക്സിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമുക്ക് ഇതിനെ സ്മൂത്തൻ ചെയ്യാനും സാധിക്കും. എങ്ങനെയെന്ന് നോക്കാം. സെലക്ട് ചെയ്യുക ഷേപ്പിനെ. അതിനുശേഷം റൈറ്റ് സൈഡിൽ മോഡിഫൈ പാനലിൽ തന്നെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. അതിനുശേഷം ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ടുള്ളതായിട്ട് കാണാം. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്ത പോർഷനും ചെയ്യുക. ഇവിടെ വാല്യൂ ഇൻക്രീസ് ആയി ഇവിടെ വരെ എത്തിയത് കൊണ്ടാണ് അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്നത്. സോ ഞാൻ ചെറിയ രീതിയിൽ ഇവിടെ നിന്ന് വാല്യൂ ക്രിയേറ്റ് ചെയ്യണം. സെലക്ട് ചെയ്യുക, അടുത്ത ഫില്ലറ്റും ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ കുഷന് നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു പോർഷൻ ക്രിയേറ്റ് ആയി കിട്ടും. സെയിം രീതിയിൽ തന്നെ അടുത്ത രണ്ട് വേർട്ടെക്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ഒരുമിച്ച് സെലക്ട് ചെയ്താലും ഈ സെയിം ടൂള് നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഓക്കെ, സ്മൂത്തായിട്ട് കിട്ടി. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. ചെറുതായിട്ട് അവിടെയും ചെറിയൊരു സ്മൂത്തനിങ് ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നമുക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം കേട്ടോ. 0.5 എൻ്റർ. ചെറിയൊരു സ്മൂത്ത്നെസ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് പെർസ്പെക്റ്റീവ് വ്യൂവിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാനിതിനെ അവിടെ പൊസിഷൻ ചെയ്തു. നമ്മളിനി അടുത്തതായിട്ട് ചെയ്യേണ്ടതിനെ എക്സ്ട്രൂഡാണ് ചെയ്യേണ്ടത്. സോ ലൈൻ സെലക്ട് ആയിരിക്കലെ തന്നെ മോഡിഫയർ ലിസ്റ്റിൽ വരിക, EXT എന്ന് ടൈപ്പ് ചെയ്യുക. എക്സ്ട്രൂഡ് മോഡിഫയർ അവൈലബിൾ ആയിരിക്കും. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ഏത് വാല്യൂവിലാണ് എക്സ്ട്രൂഡ് ചെയ്യപ്പെട്ടത് അതേ വാല്യൂവിൽ തന്നെ ഇവിടെ എക്സ്ട്രൂഡ് ആവും. ഇതൊന്ന് മൂവ് ചെയ്ത് വയ്ക്കുക. നമുക്കിപ്പോൾ കറക്റ്റ് സൈസ് അറിയണം. അതിനുവേണ്ടി ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ഫില്ലറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റ്, അതിൻ്റെ വാല്യൂ നോക്കുക. ഓക്കെ, അതിൻ്റെ ലെങ്ത് എത്രയെന്ന് നോക്കുക. 54 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഞാൻ വന്നിട്ട് സെയിം 54 ആഡ് ചെയ്യുന്നു, പൊസിഷൻ ചെയ്യുന്നു. ഓക്കെ, അതപ്പോൾ കറക്റ്റ് ഫിറ്റായിട്ട് വന്നു അവിടെ. ഇനി ലൈൻ ആയതുകൊണ്ടും അതിനെ മോഡിഫയർ ഉപയോഗിച്ചത് ആയതുകൊണ്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ വന്നതിന് ശേഷം ഈ ഒരു ലൈനിനെ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പോർഷൻ മാത്രം ഒന്ന് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ എൻറ്റയർ ലൈനിനെ ഒന്ന് ഇൻക്ലൈൻ ചെയ്യിക്കാൻ വേണ്ടി റൊട്ടേറ്റ്, സ്നാപ്പ് ഞാൻ ഓഫ് ചെയ്യുന്നു തൽക്കാലം, ഒന്ന് റൊട്ടേറ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സ്ട്രൂഡ് ചെയ്യുന്നതിലും അപ്ഡേറ്റ് ആയിക്കൊള്ളും. ലൈൻ ടൂൾ ഉപയോഗിച്ച് എക്സ്ട്രൂഡ് മോഡിഫയർ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടുള്ള ഒരു ബെനിഫിറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ കോർണർ ഈ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഷാർപ്പായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് സ്മൂത്ത് ആക്കണം. പോളിഗൺസിനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇൻസെറ്റ് അപ്ലൈ ചെയ്യുക.
വാല്യൂ ചെറിയൊരു വാല്യൂ കൊടുത്താൽ മതി, അധികം വേണ്ട. ഓക്കെ, സഫീഷ്യൻ്റ് ആയിരിക്കും. അടുത്തത് ബോർഡറിനെ ക്ലിക്ക് ചെയ്യുക, എഡ്ജിനെ ക്ലിക്ക് ചെയ്യുക, ഡബിൾ ക്ലിക്ക്, സൈഡിലും കൺട്രോൾ ഹോൾഡ് ചെയ്ത് ഡബിൾ ക്ലിക്ക്. അതിനുശേഷം നമുക്ക് മോഡിഫയറിൽ തന്നെ ലിസ്റ്റിൽ താഴെ വന്നു കഴിഞ്ഞാൽ ചേംഫർ എന്നുള്ള ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യുക. ചേംഫർ ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു നോക്കുക. ഓക്കെ, കർവ്ഡായി മാറി. ഈ ഒരു പോർഷനിൽ വെച്ചിട്ട് ഞാൻ ചേംഫറിൻ്റെ വാല്യൂ നമുക്ക് ഇൻക്രീസ് ഓർ ഡിക്രീസ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നത് സെഗ്മെൻറ്റ്സ് ആണ്. ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ചും കൂടെ എഡ്ജ് സ്മൂത്തായി മാറി. ഓക്കെ കൊടുക്കുക. ഇനി ഈ കാണുന്ന എന്ത് സംഭവിച്ചെന്നുണ്ടെങ്കിൽ മെഷ് തമ്മിൽ ഓവർലാപ്പ് വരുന്ന മെഷിൻ്റെ വേർട്ടെക്സസ് തമ്മിൽ ഞാനത് ഇൻസെർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ സെലക്ട് ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക, ബോർഡർ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ബോർഡർ സെലക്ട് ആയിട്ടുണ്ടാവും. ദെൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ക്യാപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡൺ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലേക്ക് അത് മാറി. ഓക്കെ, ഇനി ആവശ്യാനുസരണം ഷേപ്പിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ തന്നെ കോപ്പി, അഡ്ജസ്റ്റ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ, ആംറസ്റ്റിൻ്റെ പോർഷൻ. ആംറസ്റ്റിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ഇറക്കി വെക്കണം, ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, നെക്ക് ലൈൻ ഇവിടെയാണ് വരുന്നത്, അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് താഴെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് പിന്നീട് അങ്ങനെ മാറ്റങ്ങൾ വരുത്തണം തോന്നി കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം വേർട്ടെക്സ് ചൂസ് ചെയ്യുക, സെലക്ട് ടോപ്പ് പോർഷൻ ഫുള്ളായിട്ട്, ദെൻ ചെറുതായിട്ടൊന്ന് ഇറക്കി വയ്ക്കുക. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ആഡ് ചെയ്യാൻ പോണത് ക്രിയേറ്റിൽ ജിയോമെട്രി എക്സ്റ്റെൻഡ് പ്രിമിറ്റീവ്സിൽ തന്നെ ചേംഫർ ബോക്സ്. അതിൽ ഓട്ടോ ഗ്രിഡ് ഞാൻ ഇനേബിൾ ചെയ്യുന്നുണ്ട്. ടോപ്പ് വ്യൂ, ദെൻ പെർസ്പെക്റ്റീവ് മൂവ് ചെയ്ത് വയ്ക്കുക, കറക്റ്റ് ആ പൊസിഷനിൽ തന്നെ കൊണ്ടുവയ്ക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ എക്സ്ട്രൂഡ് ചെയ്തപ്പോൾ അതിന് ഹൈറ്റ് കൊടുത്തിരുന്നത് 2 ഇഞ്ചായിരുന്നു, സെയിം തന്നെ ഇവിടെ കൊടുക്കുന്നു 2 ഇഞ്ച്. ഓക്കെ, ദെൻ പൊസിഷൻ കറക്റ്റായിട്ട് ചെയ്യാം. അതിനുശേഷം ഫില്ലറ്റ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടില്ല, ഇതിൽ ഫില്ലറ്റ് വന്നിട്ട് ആഡ് ചെയ്യാം, എത്രത്തോളം വേണമെന്നുള്ളത്. ഓക്കെ, അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു കോപ്പി തയ്യാറാക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മളോട് നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമിൻ്റെ സപ്പോർട്ട് വേണ്ടേ, അത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ടോട്ടലി ഈ സോഫ സെറ്റിന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം അതിനെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു. അടുത്തതായി ഈ പ്ലാറ്റ്ഫോം ജസ്റ്റ് നീക്കി വയ്ക്കുകയാണ്, ഫ്ലോറിൻ്റെ ഭാഗം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പോളിഗൺ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ താഴ്ഭാഗത്തുള്ള പോളിഗൺസ് മാത്രം സെലക്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഈ ഷേപ്പിനെയാണ് മുകളിലേക്ക് എക്സ്ട്രൂഡ് ചെയ്തത്. സോ ഈ ഷേപ്പിനെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ആ പ്ലാറ്റ്ഫോമിൻ്റെ സപ്പോർട്ടും കൂടെ ചെയ്യുന്നത്. സെലക്ട് ചെയ്ത് വയ്ക്കുക, അതിനുശേഷം സ്ക്രോൾ ഡൗൺ ചെയ്യുക, ഇൻസെറ്റ്, ഓക്കെ, അതിനുശേഷം എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുക, പ്ലാറ്റ്ഫോമിൻ്റെ ഹൈറ്റ് നോക്കുക, എക്സ്ട്രൂഡ് വാല്യൂ, ദെൻ ഓക്കെ കൊടുക്കുക, ഡൺ. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഇതിനൊരു ഗ്രൂപ്പ് സെറ്റാക്കി മാറ്റുകയാണ്. സെലക്ട് ചെയ്യുക ടോട്ടലി, നമുക്ക് ഫ്ലോറിൻ്റെ ആവശ്യമില്ല, ഓൾട്ട് ഹോൾഡ് ചെയ്ത് ഡ്രാഗ് ചെയ്യുക ഓർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെനു ബാറിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക, സോഫ പേര് കൊടുക്കുക,
ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. സെലക്ട് ചെയ്തതിന് റൊട്ടേറ്റ്, ആംഗിൾ സ്നാപ്പ് ഓൺ ചെയ്യണു, അതിനുള്ളിൽ 90 ഡിഗ്രി തന്നെയല്ലേ എന്ന് നോക്കുന്നു, ഓക്കെയാണ്. ദെൻ റൊട്ടേറ്റ്, ഇൻസ്റ്റൻസ് തന്നെ W മൂവ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, ഈ പോർഷൻ കുറച്ചുകൂടെ ഉണ്ട്, ഞാൻ ഒന്ന് സ്കെയിൽ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായി ഈ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഒരു C ഷേപ്പ് പോലെയാണ് നിൽക്കുന്നത്. ദെൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കട്ടി കുറവാണ്, തിക്നെസ് കുറവാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ എളുപ്പത്തിൽ ചെയ്യാമെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് ക്രിയേറ്റിലെ ഷേപ്പ്, അതിനുള്ളിൽ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്യുക, ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഡൺ. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ. ഇനി ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് മോഡിഫൈയിൽ സെലക്റ്റഡ് ആണ് ഇപ്പോൾ ഓൾറെഡി, റൈറ്റ് ബട്ടൺ, കൺവേർട്ട് ടു എഡിറ്റബിൾ സ്പ്ലൈൻ. ഇതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്യുക, സ്പ്ലൈനെ ചൂസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടോട്ടൽ ആ സ്പ്ലൈൻ സെലക്ട് ആയി ഉണ്ടാവും. ദെൻ സ്ക്രോൾ ഡൗൺ ചെയ്യുക താഴേക്ക്, അതിനുള്ളിൽ നിന്ന് ഔട്ട്ലൈൻ എന്നുള്ള ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, ആവശ്യാനുസരണം എത്ര ഔട്ട്ലൈൻ ചെയ്യണം എന്നുള്ളത് പറയും. നമ്മളൊരു വാല്യൂ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഞാൻ ഔട്ട്ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് വേർട്ടെക്സിൽ വന്നു. എനിക്ക് 4 കോർണർ ഒന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടണം. അതിനുവേണ്ടി കോർണർ മാത്രം കൺട്രോൾ കീ ഹോൾഡ് ചെയ്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യുന്നു. ദെൻ താഴെ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഓക്കെ, ഫില്ലറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഇനി യൂസ് ചെയ്യുന്നത്. ക്ലിക്ക് ആൻഡ് ഡ്രാഗ്, സ്മൂത്തനിങ് ചെയ്യാനായിട്ട് ചെറിയൊരു വാല്യൂ. ഓക്കെ, ഇനി അടുത്തതായിട്ട് മോഡിഫയർ ലിസ്റ്റിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, എക്സ്ട്രൂഡ് മോഡിഫയർ അപ്ലൈ ചെയ്യുന്നു. ഇത്രയും സൈസിൻ്റെ ആവശ്യമില്ല, സോ ഞാനത് ഒന്ന് കുറയ്ക്കുകയാണ്. വലിയ കുഴപ്പമില്ല, ഞാൻ ഒരു 36 ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ കംപ്ലീറ്റ് ആയി. ഇനി വേണ്ടത് എനിക്ക് ഈ ഒരു പോർഷൻ, അതായത് ഇത്രയും തിക്നെസ് ഇല്ലാതെ ഈ ഒരു പോർഷനിൽ ഒരു പ്ലാറ്റ്ഫോം വരണം. അപ്പോൾ അതിനു വേണ്ടി എളുപ്പവഴി സെലക്ട് ചെയ്യുക, ക്രിയേറ്റിൽ വന്ന് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. ടോപ്പ് വ്യൂ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. സെൻറ്റർ കണ്ട് ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. പെർസ്പെക്റ്റീവിൽ വീണ്ടും വരിക, ഈ ഷേപ്പിനെ കുറച്ചൊന്ന് മുകളിലേക്ക് പൊക്കി വയ്ക്കുക. അതായത് പൊസിഷനിങ് ശ്രദ്ധിക്കുക, ഈ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്കായിരിക്കണം നിൽക്കേണ്ടത്. ഓക്കെ, ഈ പൊസിഷനൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായി നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ടേബിളിനെ സെലക്ട് ചെയ്ത് അതിനുശേഷം സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് മാറ്റി കോമ്പൗണ്ട് ഒബ്ജക്റ്റ് ചൂസ് ചെയ്ത് അതിനുള്ളിൽ നിന്ന് പ്രോബൂളിയൻ ക്ലിക്ക് ചെയ്യുക. ദെൻ സ്റ്റാർട്ട് പിക്കിംഗ്, സബ്സ്ട്രാക്ഷനാണ് ഓപ്ഷൻ എടുക്കേണ്ടത്. ദെൻ സ്റ്റാർട്ട് പിക്കിംഗ് ക്ലിക്ക് ചെയ്യുക, ആ ബോക്സിനൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പോർഷൻ അവിടെ നിന്ന് പോയി കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ ക്രിയേറ്റിൽ വരിക, സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ്, ബോക്സ്, ടോപ്പ് വ്യൂ ആണ് ബെസ്റ്റ്. ഈ പോർഷനിൽ വന്ന് ഞാൻ അടുത്ത ആ ഒരു പ്രതലം ക്രിയേറ്റ് ചെയ്യുന്നു. പെർസ്പെക്റ്റീവിൽ വീണ്ടും വന്നു, ഇല്ലിരിക്കണ ഷേപ്പിനെ താഴോട്ടൊന്ന് വെച്ചു. ഇതിൻ്റെ തിക്നെസ് കുറച്ചുണ്ട്, അതായത് ഹൈറ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു, കുറച്ചുകൂടെ സെൻട്രിക് ആക്കി. ഓക്കെ, ഇത്രയേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൻ്റെ താഴെ മുട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, സർഫസായിട്ട് മുട്ടിയിട്ടില്ല. ഇതാണ് സർഫസ് ഏരിയ. അപ്പോൾ അവിടെ നമ്മൾ സപ്പോർട്ട് ആഡ് ചെയ്യണം. ടോപ്പ് വ്യൂവിൽ ഞാൻ വീണ്ടും വന്നു, ഓട്ടോ ഗ്രിഡ് ഓപ്ഷൻ ഞാൻ ഡിസേബിൾ ചെയ്യുന്നു. അതിനുശേഷം ഡ്രോ ചെയ്ത് ഹൈറ്റ്, ഫ്രണ്ട് വ്യൂ ഹൈറ്റ് പോരാ, സഫിഷ്യൻ്റ് അല്ല, കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യണു. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഇതിനെ ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കുന്നു. ഒരു കോപ്പി, രണ്ടും കൂടെ സെലക്ട് ചെയ്ത്
അടുത്ത വ്യൂ പോർട്ടിൽ വന്ന് F3 അടിക്കുന്നു കാണാനായിട്ട് വയർ ഫ്രെയിം മോഡ്. ദെൻ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് രണ്ടെണ്ണത്തിനും മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ടോട്ടലി 4 സപ്പോർട്ട് കിട്ടി. ഓക്കെ, ഇപ്പോൾ ടി വി സ്റ്റാൻഡ് നോക്കുക, ഒരു 7 പോലെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, വെർട്ടിക്കലി ഫ്ലിപ്പ് ചെയ്ത എല്ല് പോലെ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള എളുപ്പ വഴി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ക്രിയേറ്റിൽ വരിക, ഷേപ്പ്, അതിനുള്ളിൽ നിന്ന് ലൈൻ ക്ലിക്ക് ചെയ്യുക. സെൻട്രിക്കായിട്ട്, ഈ സോഫ സെറ്റിൻ്റെ സെൻട്രിക്കായിട്ട്, ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഏകദേശം ഇതിൻ്റെ സെൻട്രിക്കായിട്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക, താഴെ സർഫസിൽ നിന്ന് ബിഗിൻ ചെയ്യാൻ പാകത്തിന്. ദെൻ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക, ക്ലിക്ക്, ദെൻ ഏകദേശം ഇത്രയും ടേബിളിൻ്റെ അത്രയും വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക, ടൂൾ ഫിനിഷ് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട്. അതിനുശേഷം മോഡിഫൈയിൽ വരിക. ഫസ്റ്റ് തന്നെ റെൻഡറിങ് എന്ന് പറയുന്നിടത്ത് ഇനബിൾ ഇൻ റെൻഡറും ഇനബിൾ ഇൻ വ്യൂ പോർട്ടും ഇനബിൾ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്കിവിടെ ഒരു ട്യൂബ് പോലൊരു ഷേപ്പ് കിട്ടി. ഇതിന് ഞാൻ മൂവ് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പം നമുക്കൊരു ട്യൂബ് പോലൊരു ഷേപ്പ് കിട്ടി. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിൻ്റെ പ്രൊഫൈൽ ചേഞ്ച് ചെയ്യാണ്, ഇതിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാണ്. റാഡിയൽ എന്നുള്ളത് മാറ്റി റെക്റ്റാങ്കുലർ ആക്കുന്നു. ഓക്കെ, ഇതാണ് റാഡിയൽ, ഇത് റെക്റ്റാങ്കുലർ. ഇനി അടുത്തത് ഞാനിതിൻ്റെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യുക. ഇനി വിഡ്ത്താണ് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ തന്നെ ഒരു മിററാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സെലക്ട് ചെയ്യുക, മിറർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. കോപ്പി ആയിരിക്കണം കൊടുക്കേണ്ടത്, ശ്രദ്ധിക്കുക. അതിനുശേഷം ഓഫ്സെറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ദെൻ ഫ്രണ്ട് വ്യൂവിൽ വന്നു, ഞാൻ അതിൻ്റെ പൊസിഷൻ, ഇത് ചുവരിനോട് ചേർന്നായിരിക്കണേ. ഞാനത് കുറച്ചും കൂടെ ഒന്ന് നീക്കി വെച്ചു. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചുവരിനോട് ചേർന്നിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനത് കുറച്ചും കൂടെ ചേർത്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്യൂബ് പോലൊരു 3 ഷേപ്പുകൾ തമ്മിലൊരു കണക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ടും ലൈൻ തന്നെ എടുക്കുക, പക്ഷേ ഓപ്ഷൻ റെക്റ്റാങ്കുലർ കൊടുക്കണ്ട, റാഡിയൽ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും. ഓക്കെ, ദെൻ അതിനെത്ര തിക്നെസ് വേണമെന്നുള്ളത് ആഡ് ചെയ്യുക. അതിനുശേഷം കോപ്പീസ് ക്രിയേറ്റ് ചെയ്യുക. ഒരു കോപ്പിയും കൂടെ ആഡ് ചെയ്യണം. നമ്പർ ഓഫ് കോപ്പീസ് എന്നുള്ളിടത്ത് ഞാനൊരു നമ്പറും കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 2 കോപ്പീസ് ആയിട്ട് കിട്ടുന്നുണ്ടാവാം. ഓക്കെ, ഇനി ഇതിനെ പൊസിഷൻ ചെയ്യുക. ഇനി അടുത്തതായി ഞാൻ വാളിൻ്റെ പോർഷനാണ് ചെയ്യണേ. അതിനായിട്ട് ബോക്സ്, ടോപ്പ് വ്യൂ, ദെൻ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ തന്നെ ഞാനൊരു കോപ്പി എടുക്കുകയാണ്, ഇത് ഈ സൈഡിലേക്ക് വേണ്ടിയിട്ടാണ്. ഇത് മൂവ് ചെയ്ത് വയ്ക്കുന്നു, ടി വിയുടെ ബാക്ക് പോർഷനിലത് കൊണ്ടുവയ്ക്കുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാപ്പ് ഉണ്ട് ഇത് തമ്മിൽ. അടുത്തൊരു റൂമിലേക്കോ അല്ലെങ്കിൽ അടുത്ത പോർഷനിലേക്കുള്ളൊരു ഗേറ്റ് വേ ആയിരിക്കാം. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുന്നു, ഇതിനെ ഒന്ന് സ്കെയിൽ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, ഒരു കോപ്പിയും കൂടെ ആഡ് ചെയ്യാണ്. അതിന് ഞാൻ മൂവ് ചെയ്ത് വയ്ക്കുന്നു. അങ്ങനെ
ഓക്കെ, ഇത് നിങ്ങൾ അവസാനം ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി അടുത്തതായിട്ട് വിൻഡോൻ്റെ പോർഷനാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ക്രിയേറ്റിൽ ബോക്സ്, ഈ സമയത്ത് ഞാൻ ഓട്ടോ ഗ്രിഡ് ഇനേബിൾ ചെയ്യുന്നു. ഈ ചുവലിലാണ് വരേണ്ടത്. ഒന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്യണു, തന്നെ അതിനെ മൂവ് ചെയ്ത് പൊസിഷൻ ചെയ്യണം. തന്നെ ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്യണം. ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോക്സിൻ്റെ ഒരു കോപ്പിയും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. ഓക്കെ, അടുത്തതായി ബൂളിയൻ ചെയ്യാനാണ് പോണത്. വാളിൻ്റെ ആ പോർഷൻ സെലക്ട് ചെയ്യുക, ക്രിയേറ്റ് ജിയോമെട്രി, അതിനുള്ളിൽ നിന്ന് കോമ്പൗണ്ട് ഒബ്ജക്ട്സ് ചൂസ് ചെയ്യുക. അതിനുശേഷം താഴെ വന്ന് പ്രോ ബൂളിയൻ ക്ലിക്ക് ചെയ്യുക. സബ്സ്ട്രാക്ഷനാണ് ഓപ്പറേഷൻ, സ്റ്റാർട്ട് പിക്കിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. 1 2 2 പോർഷന് ഞാൻ ക്ലിക്ക് ചെയ്തു, ബൂളിയനായി. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു ഷേപ്പിനെ ഞാൻ അവിടെ തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ 2 സെപ്പറേഷൻസ്, 2 പാളി ജനലാണല്ലോ വരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എനിക്കിതിൽ വിഡ്ത്ത് സെഗ്മെൻറ്റ് മാത്രമേ ആവശ്യമുള്ളൂ, ലെങ്ത്ത് സെഗ്മെൻറ്റ് വേണ്ട. ഓക്കെ, അപ്പോൾ ലെങ്ത്ത് സെഗ്മെൻറ്റ് 1, വിഡ്ത്ത് 2, ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. കൺവേർട്ട് ചെയ്യുന്നു എഡിറ്റബിൾ പോളിയിലേക്ക്. അതിനുശേഷം പോളിഗൺ സെലക്ട് ചെയ്യുക, 2 പോളിഗൺസ് സെലക്ട് ചെയ്യുക, സ്ക്രോൾ ഡൗൺ, എഡിറ്റ് പോളിഗൺസിലെ ഇൻസെറ്റ് എന്നുള്ള കമാൻഡ് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക, ചെറുതായിട്ടൊന്ന് ഇൻസെറ്റ് ചെയ്യുക. ദെൻ അതിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബൈ പോളിഗണാണ് ചൂസ് ചെയ്യേണ്ടത്. ഈ കാണുന്നതിൽ നിന്ന് ബൈ പോളിഗണാണ് ചൂസ് ചെയ്യേണ്ടത്. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രൂഡ് ക്ലിക്ക് ചെയ്യുക, ഉള്ളിലേക്ക് ആണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. ദെൻ ഓക്കെ. ഈ പിൻഭാഗത്ത് വരുന്ന രണ്ടും നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ ഫ്രെയിം നമ്മുടെ കംപ്ലീറ്റ് ആയി. ഇനി ഇതിനൊന്ന് മൂവ് ചെയ്ത് വയ്ക്കുക. ഒന്ന് മൂവ് ചെയ്ത് വയ്ക്കുക അതിനെ അടുത്ത ജനലിൻ്റെ പോർഷനിലേക്ക്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഈ ഒരു കർട്ടൻ, അതിന് വേണ്ടിയിട്ട് എളുപ്പവഴി ഷേപ്സിലെ ലൈൻ സെലക്ട് ചെയ്യുക, റാഡിയൽ മാറ്റി റെക്റ്റാങ്കുലർ ആക്കുക. വിഡ്ത്ത് വളരെ വലുതായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക, എത്രയൊന്നും വേണ്ട, നമുക്കൊരു 1 ഒക്കെ മതിയായിരിക്കും, 1/1. ഇനി ക്രിയേറ്റ് ചെയ്യാണ്. ലെഫ്റ്റ് വ്യൂ ഞാൻ ഈ ചൂസ് ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. F3 തിരിച്ചു വരാനായിട്ട് വയർ ഫ്രെയിം മോഡിൽ നിന്ന് ഷെയ്ഡറിലേക്ക്. ഇതിൻ്റെ ഒരു കോപ്പി കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു. ഒറ്റ കോപ്പി ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. ആദ്യം ഈ കാണുന്നതിൻ്റെ ഫസ്റ്റ് കാണുന്നതിൻ്റെ ലെങ്ത്ത് കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു, അതേപോലെ തന്നെ വിഡ്ത്തും കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. അതിനുശേഷം താഴെ കാണുന്നതിൻ്റെ ഒന്ന് റെഡ്യൂസ് ചെയ്യാണ്. ഇതാണ് ഞാൻ കോപ്പീസ് ചെയ്യാൻ പോകുന്നത്. ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്യുക, ആ ഡയറക്ഷൻ ഏത് ഡയറക്ഷനിലേക്കാണോ പോകേണ്ടത് ആ ഡയറക്ഷൻ, ഇവിടെ ഇപ്പോൾ Z ഡയറക്ഷനിലേക്കാണ് താഴോട്ട് പോകേണ്ടത്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുക. ദെൻ കോപ്പി തന്നെ നമ്പർ ഓഫ് കോപ്പീസ്, ഞാനിപ്പോൾ ഇവിടെ ഒരു 25 കൊടുക്കുന്നു. ഓക്കെ, ക്ലിക്ക് ചെയ്യുക. 25 കോപ്പീസ് ഉണ്ട്. ഇപ്പോൾ എണ്ണം കുറച്ച് കൂടിപ്പോൾ 25ൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല, അപ്പോൾ ഞാൻ 2 എണ്ണം കൂടെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് എനിക്ക് ഇതേപോലെ തന്നെ ഒരു കോപ്പി ഇവിടെയും വരണം. അതിന് വേണ്ടി ഞാൻ ടോട്ടലി സെലക്ട് ചെയ്യുന്നു. ഞാൻ ടോട്ടലി സെലക്ട് ചെയ്യുമ്പോൾ ഓളും കൂടെ സെലക്ട് ആവുന്നുണ്ട്. അപ്പോൾ ഓൾട്ട് ഹോൾഡ് ചെയ്യുക, ഡീസെലക്ട് ചെയ്യുക ആവശ്യമില്ലാത്ത പോർഷൻ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്ത് വയ്ക്കുക.
ഇതിൽ വിൻഡോയുടെ പോർഷനും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്കൊരു എളുപ്പ വഴിക്ക് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, മൂവ് ചെയ്ത് വയ്ക്കുക. ഡൺ. ഓക്കെ, അപ്പോൾ വിൻഡോൻ്റെ പോർഷനും കഴിഞ്ഞു. ഇനി വരുന്നതാണ് ടെലിവിഷൻ. അതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടെ ചെയ്തു വയ്ക്കുകയാണ് കൈയോടെ. കോമ്പൗണ്ട് ഒബ്ജക്റ്റിൽ വന്ന് സ്റ്റാൻഡേർഡ് ആക്കി ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പോണത്. ടോപ്പ് പോർഷൻ, ടോപ്പ് വ്യൂ എടുത്തു, ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തു, പെർസ്പെക്റ്റീവിൽ വന്നു, അത് പൊസിഷൻ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ഒരു പോർഷൻ പോയിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടി ചെയ്യുന്നത് ഈ കാണുന്ന ഷേപ്പിന് തന്നെ ഒരു കോപ്പി എടുക്കുകയാണ്. സ്കെയിൽ ടൂള് ഒറ്റ ആക്സസിൽ ഞാൻ സ്കെയിൽ ചെയ്യാം, എക്സിൽ മാത്രം. ഓക്കെ ഓക്കെ, ദെൻ സ്കെയിൽ ഡൗൺ ചെയ്തു, ഡബ്ല്യു മൂവ് ചെയ്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമുള്ള പോർഷൻ എത്രയാണെന്നുള്ളത് സ്കെയിൽ ചെയ്ത് കൊടുക്കാം. ഇവിടെ കുറച്ചധികം പോർഷൻ ഉണ്ട്, ഇവിടെ കുറവാണ്. അങ്ങനെയാണ് ഈ ഇമേജിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം മെയിനായിട്ടുള്ള പോർഷനെ സെലക്ട് ചെയ്യുക, കോമ്പൗണ്ട് ഒബ്ജക്ട്സ്, ഫ്രോം ബൂളിയൻ, സബ്സ്ട്രാക്ഷൻ തന്നെ, സ്റ്റാർട്ട് പിക്കിംഗ്, ആ ഷേപ്പിനെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഇമേജിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ഇങ്ങനെയാണ് കവർ ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷേ ഇവിടെ അപ്പുറത്തോട്ട് പോയി. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുക, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി, വേർട്ടെക്സ് ചൂസ് ചെയ്യുക, ടോപ്പ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ആ പോർഷനിലുള്ള വേർട്ടെക്സിനെ കാണാം. ഓക്കെ, ഇതാണ് ആ ടോപ്പ് വ്യൂവിൽ കാണുന്ന വേർട്ടെക്സ്. ഇതിന് ഞാൻ മൂവ് ചെയ്ത് കൃത്യമായിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. പെർസ്പെക്റ്റീവിൽ വന്ന് നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഭാഗം കാണാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റുകയോ അല്ലെങ്കിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരികയോ ഉണ്ടാവില്ല. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ടി വി സ്റ്റാൻഡാണ് ചെയ്യുന്നത്. അതിനു വേണ്ടി ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്യുന്നു, ഫ്രണ്ട് വ്യൂ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിട്ട് റെക്റ്റാങ്കിൾ, ക്രിയേറ്റിലെ സ്പ്ലൈനിൽ റെക്റ്റാങ്കിൾ, ഈ കാണുന്ന സ്റ്റാൻഡിൻ്റെ ഒരു പോർഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ ചൂസ് ചെയ്യേണ്ടത് റെൻഡറിങ്ങിൽ വന്നിട്ട് റെക്റ്റാങ്കുലർ തന്നെയാണ്. അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുക, കുറച്ചും കൂടെ വൈഡ് ആവാം. ദെൻ അതിൻ്റെ ലെങ്ത് ആവശ്യാനുസരണം വയ്ക്കുക. അതോടൊപ്പം തന്നെ വിഡ്ത്തും ഇൻക്രീസ് ചെയ്യുക. അടുത്തതായി ലൈൻ ടൂള് എടുക്കുക, ഫ്രണ്ട് വ്യൂവിൽ വന്ന് ഞാൻ ഇവിടെ നിന്ന് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ഇവിടം വരെ ഒരു ലൈൻ ക്രിയേറ്റ് ചെയ്തു. ഡബ്ല്യു പൊസിഷൻ ചെയ്യുക, ഓക്കെ. അടുത്തതായി 2 സ്പീക്കർ സെറ്റ് ഉണ്ട് സൈഡിൽ വരാനായിട്ട്. അത് വളരെ ഫാസ്റ്റായിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ജസ്റ്റ് ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമില്ല. ഇതിൻ്റെ തന്നെ ഞാനൊരു കോപ്പിയും കൂടെ എടുത്ത് വയ്ക്കുകയാണ്. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്
കോപ്പി, ഡൺ. ഇനി ടെലിവിഷൻ സെറ്റാണ് ആഡ് ചെയ്യുന്നത്. ക്രിയേറ്റ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിലെ ബോക്സ്, ബോക്സിൽ വിഡ്ത്ത് സെഗ്മെൻറ്റ് 2 കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 1 മതി. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റ് എല്ലാം 1 തന്നെ. കൺവേർട്ട്, ദെൻ കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി, പോളിഗൺ, ക്ലിക്ക്, ദെൻ സ്ക്രോൾ ഡൗൺ, ഇൻസെറ്റ് ഉള്ളിലേക്ക്, ദെൻ ഓക്കെ, അതിനുശേഷം എക്സ്ട്രൂഡ്, അത് ഉള്ളിലേക്ക്, ഡൺ. ഇനി ടി വിയുടെ കോർണേഴ്സ് നിങ്ങൾക്ക് സ്മൂത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഡ്ജിനെ സെലക്ട് ചെയ്യുക, ചേംഫർ ക്ലിക്ക് ചെയ്യുക, സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്യുക, സ്മൂത്തായി ഉണ്ടാവും. ഓക്കെ. ഇനി ഇവിടെ എന്തെങ്കിലും പ്രോപ്പർട്ടീസൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ അതിലേക്കൊന്നും അധികം ചെയ്ത് സമയം കളയുന്നില്ല. നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും റിമോട്ട്, ടി വി സ്റ്റാൻഡിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ, സെറ്റപ്പ് ബോക്സ്, DVD പ്ലെയർ തുടങ്ങിയ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. ഓക്കെ. ഇനി ഇതിൽ മിസ്സിങ് ആവുന്നത് ഹാങ്ങിങ് ലാംപ്സ് എന്നും പറയാം. അതിനുവേണ്ടി ഞാൻ സ്ഫിയർ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുന്നു. W, മൂവ് അപ്പ്, ഒരു പൊസിഷൻ ഫിക്സ് ചെയ്യുന്നു, കുറച്ചൊന്ന് സൈഡിലേക്ക് മൂവ് ചെയ്ത് വയ്ക്കുന്നു. ദെൻ ഫ്രണ്ട് വ്യൂവിൽ വന്നതിന് ശേഷം ക്രിയേറ്റിൽ ഷേപ്സിൽ ലൈൻ ടൂൾ തന്നെ, പക്ഷേ അതിൽ റാഡിയലാണ് ഇപ്രാവശ്യം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഓട്ടോ ഗ്രിഡ് വേണ്ട. ഓക്കെ, സ്ക്രോൾ അപ്പ്, ഓട്ടോ ഗ്രിഡ് ഓഫ് ചെയ്യുക, സ്ക്രോൾ ഡൗൺ, റാഡിയലിൽ സൈഡ് സീസൊക്കെ തിക്നെസ് വന്നിട്ട് 1 മതി. ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് ആ റൂഫ് വരെ ക്ലിക്ക് ചെയ്യുക. ദെൻ അതിനെ പൊസിഷൻ ചെയ്യുക. സെലക്ട് ചെയ്ത് വെച്ച് ഞാൻ ഈ 2 പോർഷനെയും ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മുകളിലേക്ക് മൂവ് ചെയ്തു. ദെൻ ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്യണു. ഇതൊന്ന് മൂവ് ചെയ്തു, താഴോട്ട്, തന്നെ ഒരു കോപ്പിയും കൂടെ ക്രിയേറ്റ് ചെയ്യണു. അത് മുകളിലോട്ട്, പൊസിഷൻ ചേഞ്ച്, ആംഗിൾ കുറച്ചുകൊണ്ടൊന്ന് ചേഞ്ച്. ഇവിടെ കാണുന്ന ഈ ഒരു ലൈനിനെ മുകളിലേക്ക് മുട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈൻ വേർട്ടെക്സ് സെലക്ട് ചെയ്ത് മുകളിലേക്ക് വലിക്കുക. ഡൺ. ഓക്കെ. ഇനി ഞാൻ ചെയ്യാൻ പോണത് ഈ കാണുന്ന വിൻഡോ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ പോളിഗൺസിൽ വന്ന് ആ ഗ്ലാസ് കൊടുക്കുക എന്ന് പറഞ്ഞ ഭാഗം, ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ പുറം ഭാഗം മാത്രമായിട്ട് കാണും. ഓക്കെ. ഇപ്പം ഞാൻ മെറ്റീരിയൽസ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യണത് കേട്ടോ. മെറ്റീരിയൽസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ ഷേപ്പിലേക്ക് ഒരു ലൈറ്റ് ആഡ് ചെയ്യാം. ക്രിയേറ്റിൽ ലൈറ്റ്, സ്റ്റാൻഡേർഡിലെ സ്കൈലൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ബട്ടൺ, ദെൻ മോഡിഫൈയിൽ വരിക, സ്ക്രോൾ ഡൗൺ, ഷാഡോ ഇനേബിൾ ചെയ്യുക, കാസ്റ്റ് ഷാഡോസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എനിക്ക് ഈ ഒരു ഔട്ട്പുട്ടാണ് വേണ്ടത്. അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഔട്ട്പുട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യണത്. മെറ്റീരിയൽ ലൈബ്രറിയിൽ വരിക. ഇത് ഞാൻ ആ റെഫറൻസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ്. അടുത്തൊരു സ്ലോട്ട് സെലക്ട് ചെയ്യുക. ഇതിൽ നിന്ന് ഡിഫ്യൂസ് കളറ് പ്യുവർ വൈറ്റ് കൊടുക്കണ്ട, കുറച്ചൊന്ന് കുറയ്ക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ദെൻ ടോട്ടൽ എല്ലാ ഷേപ്സിനെയും സെലക്ട് ചെയ്തിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. ദെൻ റെൻഡറിങ്ങിൽ വന്നിട്ട് എൻവയോൺമെൻറ്റ്
ബ്ലാക്ക് കളർ മാറ്റി ഒരു ഗ്രേ ടോണിലേക്ക് മാറ്റണം. ഓക്കെ, ഇനി ഈ കാണുന്ന ഷേപ്പിന് ഞാൻ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്ത് വയ്ക്കുകയാണേ, നമുക്കൊന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരുന്ന റെഫറൻസ്, ഇതാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. പെർസ്പെക്റ്റീവിൽ വരിക, ഷോ സേഫ് ഫ്രെയിംസ് ക്ലിക്ക് ചെയ്യുക, ദെൻ പൊസിഷൻ ചെയ്യുക, ആരോ കീ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പൊസിഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ ഷിഫ്റ്റ് ക്യൂ. സേവ് ചെയ്യുക. JPG ആയിട്ടാണ് ഞാൻ സേവ് ചെയ്യുന്നത്. സേവ് ക്ലിക്ക് ചെയ്യുക, ക്വാളിറ്റി 100. ഓക്കെ, ക്ലോസ്. ഇനി നമുക്ക് ആ രണ്ട് ഇമേജുകൾ തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഇൻറ്റീരിയർ സീൻ ക്രിയേറ്റ് ചെയ്യാം 3ds Max ഉപയോഗിച്ചുകൊണ്ട്.